ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഡ്രാഗൺ ക്രൂ പേടകം. ദി ഓർബിറ്റിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നാസ നൽകുന്നത്. സ്പ്ലാഷ് ഡൗണിന് ഇനി 35 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഡി ഓർബിറ്റിംഗ് പ്രക്രിയ 7.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഡി ഓർബിറ്റിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഭൂമിയിലേക്ക് ഭൗമാന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ ക്രൂ പേടകം പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ്. 4 യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉൾപ്പെടെ 4 യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ ക്രൂ പേടകം ഇതാ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള ഘട്ടങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. സുനിത വില്യംസും ബുച്ച് വിൽമോറും നിക് ഹേഗും അലക്സാണ്ടർ ഗോർബുനേവും അക്ഷോഭ്യരായി ഇരിക്കുകയാണ് പേടകത്തിനകത്ത്. ഡി ഓർബിറ്റിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതോടെ നിർണായകമായ ഒരു ഘട്ടമാണ് പിന്നിട്ടിരിക്കുന്നത്. വളരെ സുരക്ഷിതമായി വളരെ സമയമെടുത്ത് സാവകാശം പേടകം ഇതാ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചൂട് വളരെ അധികം അനുഭവപ്പെടുന്ന സമയമായിരുന്നു. അതൊക്കെ തന്നെയും ആ പ്രതിസന്ധികളൊക്കെ തന്നെയും വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയുടെ ഓർബിറ്റിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഇതാ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി സ്പ്ലാഷ് ഡൗൺ ആണ്. 35 മിനിറ്റ് മാത്രമാണ് സായികുമാർ ബാക്കിയുള്ളത്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഏതാണ്ട് ഉദ്വേഗം അവസാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇനി സ്പ്ലാഷ് ഡൗൺ വിജയകരമായി പൂർത്തിയാക്കുക, പാരച്യൂട്ടുകൾ കൃത്യമായി തുറക്കുക, അതിന്റെ വേഗം നിയന്ത്രിക്കുക എന്നതാണ്. അത് താരതമ്യേന കഴിഞ്ഞുപോയ ഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് താരതമ്യേന അത്ര സങ്കീർണമാണെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ഇപ്പോൾ നമ്മൾ പിന്നിട്ട ഈ ഒരു 7.5 മിനിറ്റ് സമയമാണ് വിനീത. ഒരു പക്ഷേ ഇതിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടം അത് വളരെ വിജയകരമായി പിന്നിട്ടിരിക്കുന്നു എന്ന് നാസ തന്നെ ഡി ഓർബിറ്റ് ബേൺ കംപ്ലീറ്റ് എന്ന് നാസ തന്നെ അറിയിക്കുകയാണ്. അത് വളരെ വിജയകരമായി പൂർത്തിയാക്കിയാൽ സ്പ്ലാഷ് ഡൗൺ എന്നുള്ളത് അത്ര ശ്രമകരമായിട്ടുള്ള ഒരു ഘട്ടമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഘട്ടം എന്നുള്ളത് ഈ ഒരു 7.5 മിനിറ്റ്. ഒരു പക്ഷേ ഈ പേടകവുമായുള്ള കമ്മ്യൂണിക്കേഷൻ പോലും നഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള കുലുക്കമടക്കം ഉണ്ടാകാവുന്ന ഈ ഒരു ഘട്ടം വളരെ വിജയകരമായി പൂർത്തിയാക്കി. ഇനിയിപ്പോൾ സ്പ്ലാഷ് ഡൗണിലേക്ക് പോവുകയാണ്. അരമണിക്കൂറിനടുത്ത് സമയം മാത്രമാണ് സ്പ്ലാഷ് ഡൗൺ ഉള്ളത്. 1 മണിക്കൂറും 19 മിനിറ്റും കൊണ്ട് ഇവരെ ഹോമിലേക്ക് അവരുടെ കടലിൽ നിന്ന് ഷിപ്പിലേക്ക് വളരെ വേഗത്തിൽ മാറ്റാൻ കഴിയും എന്ന് നാസ തന്നെ പറയുകയാണ്. അപ്പോൾ വളരെ കൃത്യമായി എങ്ങനെയാണോ സമയം കാൽക്കുലേറ്റ് ചെയ്ത് ആ രീതിയിൽ തന്നെ വരികയാണ്. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് നാസ ആവർത്തിച്ച് പറയുന്നത്. ഇനി നേരെ കടലിൽ പതിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് ഭൂമിയിലേക്കുള്ള അവരുടെ മടങ്ങി വരവിന് 8 ദിവസത്തെ യാത്ര പോയി 9 മാസത്തിന് ശേഷം ഉള്ള സുനിത വില്യംസിന്റെ ആ മടങ്ങി വരവിനുള്ള നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് അവരെ ഇഷ്ടപ്പെടുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള ആളുകൾ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ലോകം എന്ന് തന്നെ സായി പറയണം. ലോകമാകെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന യാത്രയുടെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. തത്സമയ വിവരങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടറിലൂടെ പേടകം ഭൂമിയുടെ ഓർബിറ്റിൽ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ചിരിക്കുന്നതാണ്. നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുന്നു. 3:30 തന്നെ ആ പേടകം കടലിൽ പതിക്കും. അവിടെ സൈന്യം സജ്ജമാണ്. ഈ പേടകം തിരിച്ചെടുക്കുന്നതിനായി 7.5 മിനിറ്റ് നീളുന്ന നിർണായകമായ ഡി ഓർബിറ്റിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ലാൻഡിംഗ് സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്നത് കൃത്യം 3:30 തന്നെ നടക്കുമെന്നാണ് നാസ അപ്ഡേറ്റ് ചെയ്യുന്നത്. ലോകമാകെ വരവേൽക്കാൻ ഒരുങ്ങുന്നു സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും മറ്റു 2 യാത്രികരെയും. വെൽക്കം ബാക്ക് സുനിത എന്ന് നമ്മൾ പറയേണ്ടുന്ന നിമിഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ആകാംക്ഷയുടെ മിനിറ്റുകളാണ്, ആ മണിക്കൂറുകൾ എന്നത് അവസാനിച്ചിരിക്കുന്നു. സായിനി ആകാംക്ഷയുടെ മിനിറ്റുകളാണ് ബാക്കിയുള്ളത്. നാസയുടെ ലൈവ് സ്ട്രീമിംഗിൽ നമുക്ക് കൃത്യമായി ദൃശ്യങ്ങൾ കാണാനാകുന്നുണ്ട്. ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്പ്ലാഷ് ഡൗണിനായി നിലവിൽ നൽകുന്ന വിവരം അനുസരിച്ച് പ്രൈമറി സ്പേസ് എന്ന് പറയുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തന്നെ ഈ പേടകം പതിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.